കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ SDPI നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. SDPI നിരോധനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 10ഓളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുടനീളം SDPI ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഓഫീസുകളിൽ നിന്ന് SDPIയുടെ അനധികൃതമായിട്ടുള്ള പണമിടപാടുകൾ, അല്ലെങ്കിൽ SDPI ഉണ്ടാക്കിയിരിക്കുന്ന ഈ സായുധ NGO പോലെയുള്ള, സായുധമല്ല, NGO സംഘടനകളുടെ പേരിൽ പിരിച്ചിരിക്കുന്ന പണം, ഈ പണം അല്ലെങ്കിൽ ഈ പണം പിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പണം പിരിക്കുന്നതിന് സഹായമായത് PFI ബന്ധമാണ്. അപ്പൊ പഴയ PFIയെ ബാൻ ചെയ്യുന്ന സമയത്ത് ഈ SDPI എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രസ്ഥാനം PFIയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. PFI ബാൻ ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് ബന്ധമുണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ബാങ്ക് ഇടപാടുകൾ, അവരുടെ ക്രയവിക്രയങ്ങൾ അവർക്ക് തുർക്കി പോലെയും അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ, ഈ ഖത്തർ പോലെയുമുള്ള രാജ്യത്തു നിന്നുള്ള പണമിടപാടുകൾ, ഈ പണമിടപാടുകളൊക്കെ പിന്നീട് പരിശോധിച്ചപ്പോൾ വീണ്ടും ഈ പണമിടപാടുകൾ പഴയതുപോലെ PFIക്കാർക്ക് അല്ലെങ്കിൽ നിരോധിച്ച സംഘടനയ്ക്ക് നടത്തിയിരുന്നത് പോലെ SDPI നടത്തി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ 10 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. അപ്പം ആ റെയ്ഡിനോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് അനധികൃത കുടിയേറ്റത്തിന്റെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തുടനീളം റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത്. പ്രധാനമായിട്ടും ബംഗ്ലാദേശികൾ എന്ന് പറയുമ്പോൾ 2011 അല്ലെങ്കിൽ ആ കാലയളവിൽ തന്നെ ഏതാണ്ട് 2 കോടിക്കകത്ത് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. മ്യാൻമർ മുസ്ലിങ്ങളുടെ കണക്ക് ഏതാണ്ട് ഇപ്പം ഗവൺമെന്റ് കയ്യിലിരിക്കുന്ന കണക്ക് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 40,000 പേരുണ്ട്. അപ്പൊ ഇവരെ വളരെ കൃത്യമായിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ. അത് UP-യിലായാലും ഉത്തരാഖണ്ഡിലായാലും ആസാമിലായാലും കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയാണ്. കേരളത്തിൽ ഒരു വലിയ വാർത്തയായിട്ട് വരുന്നില്ലെങ്കിലും റെയ്ഡ് നടക്കുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ ബംഗ്ലാദേശികളെ പിടിക്കുന്നുണ്ട്. എറണാകുളത്തു നിന്ന് ബംഗ്ലാദേശികളെ പിടിച്ചപ്പോൾ അവരെ അവിടെ കുടുംബമായിട്ട് വ്യാജമായിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കുടുംബമായിട്ട് താമസിക്കുന്നു, സ്ഥലം മേടിച്ച് താമസിക്കുന്നു, വീട് വെച്ച് താമസിക്കുന്നു. ഇവരുടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇന്ത്യയിലെ ഒരു പൗരന് ഒരു ആധാർ കാർഡ് കൊടുക്കുന്ന അതിന്റെ മാനദണ്ഡത്തിലെല്ലാം ഉള്ള എല്ലാ നിയമങ്ങളും പാലിച്ച് വ്യാജ ഐഡന്റിറ്റി കാർഡ്, അതിനിപ്പോ അതിന് സഹായമായിട്ടുള്ള കോൺഗ്രസ് നേതാവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പം ഈ മ്യാൻമർ മുസ്ലിങ്ങൾ, അപ്പൊ ഇത് ഒരു ഡ്രൈവ് വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു. ഈ അനധികൃത കുടിയേറ്റക്കാരന്റെ അല്ലെങ്കിൽ റെയ്ഡ്, അവരെ പിടിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് സ്പീഡ് ഉണ്ടാവുന്നു. അതേപോലെ തന്നെ സമാന്തരമായിട്ട് SDPIയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്തു നിന്ന് മനസ്സിലാവുന്നത് SDPIയുടെ റെയ്ഡ് അല്ലെങ്കിൽ SDPIയുടെ നിരോധനത്തെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള റെയ്ഡ്, അല്ലെങ്കിൽ അവരുടെ PFI ബന്ധത്തിനെ തെളിയിക്കുന്ന തെളിവുകൾ, ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ SDPI അവരുടെ മുദ്രാവാക്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ ഒരുപക്ഷെ ഈ പറയുന്ന അവർ പലവട്ടം പറഞ്ഞിട്ടുള്ള രോഹിംഗ്യ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള റെയ്ഡ് വളരെ പണ്ടെങ്ങും ഇല്ലാത്തോണം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ഉടനീളം പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലൊക്കെ ഇപ്പൊ അധികാരത്തിൽ BJP വന്നതിന് ശേഷം അവർ താമസിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ ബുൾഡോസർ ഉപയോഗിച്ച്, അനധികൃതമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങള്, പള്ളികളെ എല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് എടുത്തു കളയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ UP-യില് നമ്മൾ പരിശോധിക്കുമ്പോൾ UP-യിലെ അല്ലെങ്കിൽ നേപ്പാൾ ബോർഡറിലൊക്കെ ധാരാളം മദ്രസകളാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് സ്ഥിരമായിട്ട് ഉള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മദ്രസകളിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനോ മദ്രസകൾ നടത്തിക്കൊണ്ട് പോകാനോ മാർഗമില്ലാത്ത സമയത്താണ് കോടാനുകോടി രൂപ മുടക്കി മദ്രസകൾ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് മദ്രസകൾ ഉയർന്നു വരുന്നു. അവിടെ ഈ പറയുന്നത് പോലെ ആൾക്കാരുണ്ടാവുന്നു. ഈ ആൾക്കാരെല്ലാം പരിശോധിക്കുന്ന ബംഗ്ലാദേശിലും മ്യാൻമർ മുസ്ലിങ്ങളും ആകുന്നു. അവർക്ക് ഒരു ഘട്ടത്തിൽ ഉതകുന്ന തരത്തിൽ ഇവിടെ ഐഡന്റിറ്റി കാർഡും അല്ലെങ്കിൽ രേഖകളും ഉണ്ടാക്കി കൊടുത്ത് ഇവിടുത്തെ വോട്ടാക്കി മാറ്റുന്നു. അതായത് ഇവരെ ജനാധിപത്യ സംവിധാനം തകർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും ഒരു കലാപം ഇന്ത്യക്കെതിരെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി, ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉരുത്തിരിയുന്നുണ്ട്. അതിനുവേണ്ടി സഹായമാകുന്നവർ SDPI ആയിരിക്കും. ഈ SDPIക്ക് സഹായം കൊടുക്കുന്ന വിദേശ ശക്തികളെ, ഈ ഖത്തറിൽ നിന്നുള്ളവരും അല്ലെങ്കിൽ ഈ പറയുന്ന തുർക്കി പോലെയുള്ള രാജ്യങ്ങൾക്കും അതുപോലെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇവരെയെല്ലാം ഇപ്പൊ അതുപോലെ നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ
നയതന്ത്ര ബന്ധം ഉപയോഗിച്ച് ഇന്ത്യയുടെ പുതിയ നയതന്ത്ര ബന്ധം ഉപയോഗിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ച് ഇവരൊക്കെ തിരിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇവിടെ SDP നിരോധിക്കുന്നതിന്റെ കൂടെ തന്നെ അനധികൃതമായിട്ട് നിൽക്കുന്ന മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മ്യാൻമർ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ബംഗ്ലാദേശികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനകത്ത് ആ ഒരു നീക്കം വളരെ കൂടുതലായിട്ട് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആസാമിൽ നിന്ന് തന്നെ അവിടെ ഗവൺമെന്റ് നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഏതാണ്ട് 80,000-ത്തോളം അനധികൃതമായിട്ട് താമസിച്ചിരുന്നവരെ ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് കാണാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് അവരെങ്ങോട്ട് മാറി എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. കാരണം അവരെ നാളെ കാലത്ത് പിടിക്കുന്നതിന് ഗവൺമെന്റ് ഓർഡറും അല്ലെങ്കിൽ കോടതി ഓർഡറും ഉള്ളപ്പോഴും അവരവിടെ നിന്ന് പിടിക്കപ്പെടാതിരിക്കാൻ സേഫ് ആയിട്ടുള്ള ഏതോ സ്ഥലത്തേക്ക് മാറി. അപ്പം ഗവൺമെന്റിന് ആഭ്യന്തര മന്ത്രാലയത്തിനൊക്കെ അത് പെട്ടെന്ന് എവിടാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്തൊരവസ്ഥ. അവര് ബോർഡറിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടല്ലോ. നമ്മുടെ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ ബോർഡറുകളിലൊന്നും ഇപ്പം മറികടക്കാൻ സാധ്യതയില്ല. അപ്പൊ പാകിസ്ഥാൻ ബോർഡറിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശ് ബോർഡറിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ബോർഡറിലോ എന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു കയറിയിട്ടുണ്ട്. അല്ല, അവർ വന്നിട്ടുള്ളത് ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലേക്കായിരുന്നു. അതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളം പോലെയും തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനം. കേരളം പോലെയും തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും സുഗമമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. കാരണം ഇത്തരത്തിൽ തെരച്ചില്ലാതെ പോകുന്ന അവസ്ഥ. കാരണം ഇതുവരെ നമ്മൾക്ക് ഈ പറയുന്ന അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നവരെ പല ക്രിമിനൽസിനെയും പല ഭാഗത്തു നിന്നും ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളതും പല ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ നടത്തിയിട്ടുള്ളപ്പോൾ തന്നെ സ്ഥായിയായിട്ടുള്ള ഒരു സംഭവം അവരുടെ ഭാഗത്തു നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ബോംബ് പൊട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റ് സ്ഫോടനം ഉണ്ടാക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവരെ നാളെ കാലത്തെ വോട്ടാക്കി മാറ്റാണെന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ചില മുസ്ലിം സംഘടനകളുടെ രഹസ്യമായ പിന്തുണ, അത് PFI ആയാലും SDP ഒക്കെ ആയാലും കൊള്ളാം, അവിടെ ഉള്ളത് കൊണ്ട് വളരെ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും 87,703 പേര് ആസാമിൽ നിന്ന് കാണാതെ പോയത് ഒരു പക്ഷേ തമിഴ്നാട്ടിലും അതിനെക്കാട്ടിൽ കൂടുതൽ സാധ്യതയുള്ള കേരളത്തിലുമായിരിക്കും. കാരണം ഇവരെ വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ താമസിപ്പിച്ചാൽ നാളെ കാലത്ത് ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് ആ സംസ്ഥാനങ്ങളിൽ ഇവരുടെ പ്ലാനിങ് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ളപ്പോൾ ആ അവർ പ്ലാൻ ചെയ്യുന്ന പ്ലാനിങ് ഇന്ത്യയിൽ നടത്താൻ ഏറ്റവും അവസാനം അവർക്ക് സാധിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിലെ സംസ്ഥാനം മാറും. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും. ഇതുവരെ നമ്മൾ ഈ പറഞ്ഞതുപോലെ യുദ്ധക്കെടുതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മതസ്പർദ്ധ കൊണ്ടുണ്ടാകുന്ന കലാപങ്ങളോ ഒന്നും വേണ്ട രീതിയിൽ അനുഭവിച്ചിട്ടില്ല. വളരെ കാലം മുമ്പ് അല്ലെങ്കിൽ 100 കൊല്ലത്തിന് മുമ്പൊക്കെ ചെറിയ ഈ മലബാറിൽ ഒക്കെ ചെറിയ കലാപങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാൽ വളരെ സുഗമമായിട്ടും സന്തോഷമായിട്ടും അല്ലെങ്കിൽ പരസ്പരം അകത്തുള്ള സ്പർദ്ധ കലാപമായിട്ട് മാറാത്ത ഒരു സംസ്ഥാനമാണ്. ഈ രീതിയിൽ പോയാൽ, ഇത്തരത്തിൽ ഒരു തെരച്ചില്ലാതെ പോയാൽ മറ്റ് സംസ്ഥാനങ്ങൾ വളരെ വിദൂരമായിട്ട് ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കും. കേരളത്തിൽ അതിനകത്ത് അവരെ തിരയണമെങ്കിലും കേന്ദ്ര ഏജൻസി വരണ്ട ഒരവസ്ഥയിലേക്കും അല്ലെ അവരെ സുഗമമായിട്ട് വിളയാടാൻ വിടുന്ന ഒരു അവസ്ഥയിലേക്കും പോയാൽ കേരളം അതിവിദൂരമല്ലാതെ ഒരു പ്രശ്നബാധിത പ്രദേശമായിട്ടും അല്ലെങ്കിൽ ഏത് സമയവും സ്ഫോടനവും വെടിവെപ്പും അല്ലെങ്കിൽ കലാപങ്ങളൊക്കെ ഉരുത്തിരിയാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് മാറും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതിനുള്ള ആളുകളെ സംരക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടി ഭരണകൂടങ്ങൾ വളരെ കൃത്യമായിട്ട് ഇടപെടേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യ സംവിധാനം നമ്മുടെ ജനാധിപത്യ സംവിധാനം പരിശോധിക്കുമ്പോൾ അതിനകത്ത് കളങ്കമുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവരെ ഉപയോഗിക്കാമെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത തെറ്റാണ്. ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനകത്തുള്ളവർ അവരുടെ വോട്ടായിട്ടും അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. അതിന്റെ രാജ്യത്തിനകത്തുള്ളവരെ തന്നെ തീരുമാനം. അതിനകത്ത് കള്ളത്തരം കാണിക്കാൻ ആരെങ്കിലും തിരികെ കയറ്റിയാൽ നാളെ ഈ ജനാധിപത്യ സംവിധാനമല്ല നമ്മുടെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും തച്ചുടയ്ക്കുന്ന അല്ലെങ്കിൽ തച്ചുടഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും.